ഹലോ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് എല്ലാവരും സന്തോഷത്തിലായിരിക്കുന്നു ഞാൻ വിചാരിക്കുകയാണ്. കാരണം നിഫ്റ്റി 24,131 വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു ബുള്ളിഷസ് കഴിഞ്ഞ ആഴ്ചയാണ് കൃത്യമായിട്ട് ലെവൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 24,500 റെസിസ്റ്റൻസ്. അടുത്ത ആഴ്ചയിലേക്ക് നിഫ്റ്റിയുടെ ലെവൽസ് പറയുകയാണെങ്കിൽ 24,400 കടന്നാൽ ബുള്ളിഷസ് എങ്കിലും 24,500 വരെ വെയിറ്റ് 24,500 കടന്നതിന് ശേഷം മാത്രം നിഫ്റ്റി ബുള്ളിഷസ് ആയെന്ന് ഞാൻ അനുമാനിക്കുന്നു. നിഫ്റ്റി സൂപ്പർ ബുള്ളിഷസ് 24,500 കടന്നതിന് ശേഷം. സപ്പോർട്ട് പറയുകയാണെങ്കിൽ 23,800 മേജർ സപ്പോർട്ടാണ്. നിഫ്റ്റിയുടെ അടുത്ത ആഴ്ചയ്ക്ക് 23,800 സപ്പോർട്ടായിട്ട് പരിഗണിക്കാം. 24,500 റെസിസ്റ്റൻസ് ആയിട്ട് പരിഗണിക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഗ്ലോബൽ മാർക്കറ്റ്സിന്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റ്സ് നാസ്ഡാക്ക് ഫ്രൈഡേ ക്ലോസ് ചെയ്തേക്കുന്നത് 0.90% അപ്സൈഡ് ആയിട്ടാണ്. ഡോ ജോൺസ് 0.21% അപ്സൈഡ് ആയിട്ടാണ്. S&P 500 0.56% അപ്സൈഡ് ആണ്. നിക്കി മാർക്കറ്റ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്, 0.37%. ഫഡ്സ് നെഗറ്റീവിൽ തന്നെയാണ്, 0.09%, ജസ്റ്റ് ഫ്ലാറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം ഡാക്സ് 1.03% അപ്സൈഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. CAC 14 0.78% അപ്സൈഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പൊ മേജറായിട്ട് ഗ്ലോബൽ മാർക്കറ്റ്സ് 7 മാർക്കറ്റുകളുണ്ട്. അതിലെ നിക്കി മാത്രം ലോസിലും ഫഡ്സ ഫ്ലാറ്റും. ബാക്കി 5 മാർക്കറ്റുകളും നല്ല രീതിയിൽ പോസിറ്റീവ് സെന്റിമെന്റ് ആണ് നിൽക്കുന്നത്. അപ്പോൾ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ സെന്റിമെന്റ്സ് പോസിറ്റീവ് സെന്റിമെന്റ് ആണ്. എല്ലാ മാർക്കറ്റുകളും ഒരുവിധം ഓൾ ടൈം ഹൈയിൽ തന്നെയാണ് ട്രേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി മാത്രം ഇപ്പോഴും ഒരു 8.22%, 8.22% നെഗറ്റീവിലാണ് ട്രേഡ് ചെയ്യുന്നത്. നിഫ്റ്റി ശരിക്ക് 3,000 പോയിന്റിന്റെ അടുത്ത് താഴോട്ട് വീണുണ്ട്. അതായത് 11.52%. ഇപ്പോൾ കുറച്ച് റിക്കവറി ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പോഴും 8.22% അഥവാ 2,150 പോയിന്റ് ലോസിലാണ് ട്രേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, നിഫ്റ്റി അങ്ങനെ ഇപ്പോഴും ഒരു 2,000 പോയിന്റിന്റെ മുകളിൽ താഴോട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു 4 മാസം മുമ്പ് SK മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് ഒരു മ്യൂച്വൽ ഫണ്ട് ഹൗസ് എങ്ങനെയാണോ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചുകൊണ്ട് സ്റ്റോക്കുകൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്, ആ സിസ്റ്റം തന്നെ നമ്മൾ വേറെ ആൾക്ക് ഫണ്ട് കൊടുക്കാതെ തന്നെ നമ്മൾ 21 സെക്ടറിൽ പെട്ട 21 സ്റ്റോക്കുകൾ നല്ല രീതിയിൽ സ്റ്റഡി നടത്തി കണ്ടെത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 21 സെക്ടറിൽ പെട്ട 21 സ്റ്റോക്കുകൾ നമ്മൾ എല്ലാ മാസവും ഓരോ സ്റ്റോക്ക് വെച്ച് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. സെക്ടർ എന്ന് പറയുമ്പോൾ 21 സെക്ടർ മാത്രമല്ല ഉള്ളത്, അതിൽ കൂടുതൽ സെക്ടറുകളുണ്ട്. പക്ഷെ നമ്മൾ എല്ലാ സെക്ടറിൽ നിന്ന് സ്റ്റോക്കുകൾ നമ്മൾ അക്യുമുലേഷൻ ചെയ്തിട്ടില്ല. കാരണം ഉദാഹരണം പറയുകയാണെങ്കിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ്, ആ സെഗ്മെന്റിൽ പെട്ട ഒരു സ്റ്റോക്ക് പോയി നമ്മൾ വാങ്ങിച്ചിട്ടില്ലേ. കാരണം നമ്മൾ നോക്കുമ്പോൾ ആ സെക്ടറിൽ പെട്ട ഓൾമോസ്റ്റ് എല്ലാ കമ്പനികളും ഓവർ വാല്യൂഡ് ആയിട്ട് നിൽക്കുന്നത്. അതിനാൽ തന്നെ നമ്മൾ ആ സെക്ടർ ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ കുറച്ച് സെക്ടറുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ ഒഴിവാക്കിയത് വളരെ നല്ലതായി നമുക്ക് ചരിത്രം പരിശോധിച്ച് മനസ്സിലാവും. വേറെ ഒന്നുമല്ല, ഒരു 4 മാസം മുമ്പ് നിഫ്റ്റി ഓൾമോസ്റ്റ് 26,300 ഓൾ ടൈം ഹൈ നിൽക്കുന്ന സമയത്താണ് നമ്മൾ SK മ്യൂച്വൽ ഫണ്ടിലേക്ക് സ്റ്റോക്കുകൾ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് മുകളിൽ നിന്ന് ഒരു 3,000 പോയിന്റിന്റെ അടുത്ത് നിഫ്റ്റി താഴോട്ട് വന്നിട്ടും ഇപ്പോഴും നമ്മൾ ആ അക്യുമുലേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകൾ ഇപ്പോഴും 1% ആണെങ്കിൽ പോലും 1% മുകളിലാണെങ്കിൽ പോലും ഇപ്പോഴും പ്രോഫിറ്റിലാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊരു 4 മാസം മുമ്പ് നിങ്ങൾ വാങ്ങിച്ച ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ഇപ്പോഴും പ്രോഫിറ്റിലാണോ എങ്കിൽ ദയവ് ചെയ്തിട്ട് എന്റെ കമന്റിൽ രേഖപ്പെടുത്തി തരണം. 4 മാസം മുമ്പ് ഞാൻ ഇന്ന സ്റ്റോക്ക് വാങ്ങിച്ചു ഇപ്പോഴും പ്രോഫിറ്റ് റണ്ണിങ് ആയിരിക്കുന്നുള്ളത്. എന്റെ ഊഹ ശരിയാണെങ്കിൽ ഒരു 99% ആളുകളും അങ്ങനെ ഒരു സ്റ്റോക്ക് അങ്ങനെ പേര് തരുന്നതിന് വളരെ ബുദ്ധിമുട്ടായി കാണും. ഇനി 1% ആളുകൾ നമുക്ക് നോക്കാം കമന്റ് സെക്ഷനിൽ ഉണ്ടോ എന്നുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്കുകൾ 4 മാസത്തിനുള്ളിൽ നിങ്ങൾ വാങ്ങിച്ച സ്റ്റോക്കുകൾ ഇപ്പൊ പ്രോഫിറ്റിലാണെങ്കിൽ ആ സ്റ്റോക്കുകൾ എത്ര % പ്രോഫിറ്റിലാണെന്നും, അല്ലെങ്കിൽ പറ്റുമെങ്കിൽ ആ സ്റ്റോക്കിന്റെ പേര് പറഞ്ഞോ, അല്ലെങ്കിൽ എത്ര % ആണ് പ്രോഫിറ്റിൽ റൺ ചെയ്തത് എന്ന് പറയാവുന്നതാണ്. കാരണം നമ്മൾ ഇപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞു 2,160 പോയിന്റ് ഇപ്പോഴും ഓൾ ടൈം ഹൈയിൽ നിന്നും താഴെ ട്രേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പെർസെന്റേജ് വൈസ് നോക്കുകയാണെങ്കിൽ 8.22%. അത്ര സമയത്ത് താഴോട്ട് ട്രേഡ് ചെയ്യുന്ന സമയത്ത്
നമ്മുടെ SK മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞ സ്റ്റോക്ക് ഇപ്പോഴും 1% മുകളിലാണ്, നമുക്ക് പ്രോഫിറ്റിലാണ് റിട്ടേൺ നൽകിയിരിക്കുന്നത്. ഞാൻ എൻ്റെ സ്ക്രീൻഷോട്ട് മുകളിൽ എഴുതി കാണിക്കാം. ആ സ്ക്രീൻഷോട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാം. അതായത് ഹോൾഡിങ്സ് എഴുതിയിട്ട് 21 കൃത്യമായിട്ട് കാണാം. കാരണം 21 സെക്ടറിൽപ്പെട്ട 21 സ്റ്റോക്കുകളാണ് നമ്മൾ അക്യുമുലേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ മാസവും. അപ്പൊ നമ്മുടെ അക്യുമുലേഷൻ അതിന് ചെറിയ ഫീസ് ഉണ്ട്. ആ ഫീസ് ഒന്ന് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുള്ള ആളുകൾക്ക് നമ്മൾ എല്ലാ മാസവും നമ്മൾ സ്റ്റോക്കുകൾ വാങ്ങിക്കാൻ അന്നേ ദിവസം വീഡിയോ റെക്കോർഡ് ചെയ്ത അവർക്ക് അയച്ചു കൊടുക്കും. കാരണം ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയിട്ട്. കാരണം ഞാൻ ഇന്ന ദിവസം സ്റ്റോക്ക് വാങ്ങിച്ചു, അപ്പൊ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയിട്ട് എല്ലാ മാസവും നമ്മൾ സ്റ്റോക്കുകൾ വാങ്ങിക്കുന്ന ദിവസം 21 സ്റ്റോക്കും വാങ്ങിക്കുന്ന ദിവസം അവർക്ക് അയച്ചു കൊടുക്കും. അവർക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ആ സ്റ്റോക്കുകളെല്ലാം തന്നെ ഓവറോൾ പ്രോഫിറ്റിലാണ് ഇപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചിട്ട് 21 സ്റ്റോക്കുകളും പ്രോഫിറ്റിലാണ് എന്ന് അതിനർത്ഥമില്ല. മറിച്ച് ഓവറോൾ നോക്കുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ഇപ്പൊ നമുക്ക് തിങ്കളാഴ്ച വിറ്റ് മാറിയാലും 1% മുകളിൽ പ്രോഫിറ്റില് നമുക്ക് ഓവറോൾ എല്ലാ സ്റ്റോക്കും കൂടിയിട്ട് ഒറ്റടി ക്ലിക്കിൽ സെല് ചെയ്ത് പോയാൽ തന്നെയും ഓവറോൾ നമുക്ക് അപ്പോഴും 1% മുകളിൽ പ്രോഫിറ്റിലാണെന്ന് അർത്ഥം. എപ്പോ നിഫ്റ്റി 8.22% താഴോട്ട് നിൽക്കുന്ന സമയത്ത് അതാ പറഞ്ഞത്. നിങ്ങളുടെ കയ്യിൽ നിന്ന് 4 മാസം മുമ്പ് വരെ സ്റ്റോക്കുകൾ വാങ്ങിച്ചിട്ട് ഇപ്പോഴും പ്രോഫിറ്റിൽ ആയിരിക്കാൻ വളരെ സാധ്യത വളരെ കുറവാണ്. സാധാരണ എൻ്റെ അറിവിൽ ശരിയാണെങ്കിൽ ഒരു നിഫ്റ്റിക്ക് 8% വീണു എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കിൽ 15-20% അടുത്ത് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രാധാന്യപ്പെട്ട സ്റ്റോക്കുകളുടെ കാര്യം പറയേ വേണ്ട. അപ്പൊ നമുക്കറിയാം, ഒരു 4 മാസം മുമ്പൊക്കെ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഒരു ഉണ്ടായിരുന്ന ഓൾ ടൈം ഹൈയിൽ എത്തിയതിനു ശേഷം അവിടുത്തെ 50% കറക്റ്റ് ചെയ്ത് താഴോട്ട് പോകുന്നത്. അപ്പൊ അത്രയധികം ഹെവി സെല്ലിങ് താങ്ങാനുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പൊ കൊച്ചിൻ ഷിപ്പ്യാർഡ് നിങ്ങൾ 4 മാസം മുമ്പ് 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഓൾമോസ്റ്റ് 50% താഴോട്ട് വന്നത്. അതായത് ആ സമയത്ത് വിറ്റ് കഴിഞ്ഞാൽ ഒരു 50,000 രൂപ കയ്യിലിരിക്കുള്ളൂ. അപ്പൊ അത്രയധികം എന്നാൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് മോശം കമ്പനിയാണോ? അല്ല, ഒട്ടും മോശം കമ്പനിയല്ല. ഫണ്ടമെന്റൽ അല്ലെങ്കിൽ സ്ട്രോങ് കമ്പനി തന്നെയാണ്. പക്ഷെ അപ്പൊ കമ്പനി ഫണ്ടമെന്റൽസ് കുഴപ്പമില്ലെങ്കിൽ തന്നെ നമ്മൾ വാങ്ങിക്കുന്ന സമയം ഓവർ വാല്യൂഡ് ആയിട്ടുള്ള സമയത്താണ് നമ്മൾ വാങ്ങിക്കുന്നതെങ്കിൽ അതിന് കനത്ത വില നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പൊ എപ്പോഴും നമ്മൾ സ്റ്റോക്കുകൾ വാങ്ങിക്കുമ്പോൾ അതിന്റെ കറക്റ്റ് അക്യുമുലേഷൻ സ്റ്റേജ് നോക്കി വാങ്ങിക്കണം. അതായത് ഓവർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഒരിക്കലും വാങ്ങിക്കാതെ ലോവർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ വാങ്ങിക്കണം. എന്നാൽ ആ സ്റ്റോക്കുകളൊപ്പം ഫണ്ടമെന്റൽസ് നല്ല കമ്പനിയെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം സ്റ്റോക്കുകൾ വാങ്ങിക്കണം. അപ്പോൾ ഇതവര് 50% താഴോട്ട് വരില്ല. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ സെക്ടർ തന്നെ മാറ്റി നിർത്തി. എന്താ കാരണം? നമുക്ക് ഓവർ വാല്യൂഡ് ആയിട്ടുള്ള സെക്ടറാണെന്ന് ഫീൽ ചെയ്തു. ആ സെക്ടറിന് ഒരു സ്റ്റോക്ക് പോലും നമ്മുടെ കയ്യിലില്ല. അപ്പൊ അതിന്റെ കാരണം തന്നെയാണ് നമ്മൾ 21 സെക്ടറിൽപ്പെട്ട 21 സ്റ്റോക്കുകൾ വളരെയധികം സമയം എടുത്ത് എഫർട്ട് എടുത്തിട്ടാണ് കണ്ടെത്തിയത്. അപ്പൊ അതിൻ്റെ റിസൾട്ട് അത് നമുക്ക് കാണിച്ചു തരും. അതാണ് യാഥാർത്ഥ്യം. അതാണ് കൃത്യമായിട്ട് സ്ക്രീൻഷോട്ട് എനിക്ക് നിങ്ങളുടെ മുന്നിൽ ധൈര്യമായിട്ട് നമുക്ക് കാണിച്ചു തരാൻ സാധിക്കുന്നത്. 1% മുകളിൽ മാത്രം പ്രോഫിറ്റ് ഉള്ളൂ എങ്കിലും നിഫ്റ്റി 8% മുകളിൽ 8% താഴോട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് 1% മുകളിൽ പ്രോഫിറ്റിൽ റൺ ചെയ്യാന്ന് പറഞ്ഞ വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് SK മ്യൂച്വൽ ഫണ്ട്സിന്റെ സ്റ്റോക്കുകളെ കുറിച്ച് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഫോൺ നമ്പർ കൊടുത്തിട്ട് വിളിച്ച് മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു തരാവുന്നതായിരിക്കും. പിന്നെ നമ്മളിവിടുന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള അടുത്തൊരു കാര്യമാണ് ദിവാലി പിക്ക് തൊട്ട് വളരെ വളരെ ചെറിയൊരു ഫീസ് മാത്രം ഈടാക്കിക്കൊണ്ട് ആളുകൾക്ക് ദിവാലി പിക്ക് കൊടുത്തത്. നിഫ്റ്റി ഈ 3000 പോയിന്റിന്റെ അടുത്ത് താഴോട്ട് വീണിട്ട് പോലും ഇപ്പൊ ഇന്ന ദിവസം ഇന്നലെ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്താൽ നോക്കുമ്പോൾ നമ്മുടെ ദിവാലി പിക്ക് ഒരു 4-5% അടുത്ത് ഇപ്പോഴും പ്രോഫിറ്റിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതേപോലെ തന്നെ ഒരു ഗോൾഡൻ പിക്ക് എന്ന് പറഞ്ഞ സ്റ്റോക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് സത്യം പറഞ്ഞാൽ ചെറിയ ലോസിലാണ്. എത്ര ലോസ്? 1%, 1.5% മാത്രം, 1.5% മാത്രമാണ് നെഗറ്റീവ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ നിസാര പോയിന്റ് മാത്രം. അപ്പൊ ശരിക്കും നിഫ്റ്റിക്ക് 8 പോയിന്റ് വീഴണമെങ്കിൽ അത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 20-25% വീഴേണ്ട സമയം കഴിഞ്ഞു. ആ സമയത്താണ് വെറും 1.5% മാത്രമാണ് ഗോൾഡൻ പിക്ക്. അതായത് ഒരു വർഷം കൊണ്ട് നിങ്ങൾ എത്രയാണ് ക്യാപിറ്റൽ ഇടുന്നത്, അതായത് ആ സ്റ്റോക്കിന്റെ വിലയുടെ 100 മടങ്ങ് കിട്ടുക. 200 രൂപയുടെ സ്റ്റോക്ക് ആണെങ്കിൽ 400 രൂപയാവും എന്നാണ് നമ്മൾ അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആ ഗോൾഡൻ പിക്കിലേക്ക് 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ആ 1 ലക്ഷം 2 ലക്ഷം രൂപയും മാറും. അതാണ് ഗോൾഡൻ പിക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് 1.5% ലോസിലായിരിക്കുന്നത്. ദിവാലി പിക്കായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന സ്റ്റോക്ക് ഒരു 3-4 മാസം കൊണ്ട് തന്നെ ഒരു 37% അടുത്ത് പ്രോഫിറ്റ് കിട്ടാവുന്ന രീതിയിൽ സ്റ്റോക്ക്. അതിന് വളരെ വളരെ ചെറിയൊരു ഫീസാണ് അതിന് പറഞ്ഞേക്കുന്നത്. ആ സ്റ്റോക്ക് ഇപ്പോൾ ഒരു 4-5% അടുത്ത് പ്രോഫിറ്റിലാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കണം, നിഫ്റ്റിക്ക് ഇത്രയധികം താഴോട്ട് വീണിട്ട് ആ ദിവാലിപ്പിക്ക് ഇപ്പോൾ 4% മുകളിൽ പ്രോഫിറ്റ് റണ്ണിങ് ആയി എന്ന് പറയുമ്പോൾ അത് വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മുടെ
SK മ്യൂച്വൽ ഫണ്ട് ഇപ്പോഴും പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്, ദിവാലിപ്പിക്ക് ഇപ്പോഴും പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്, ഗോൾഡൻ പിക്ക് മാത്രം ഒരു 1% മാത്രം താഴെ മാത്രം ലോസിൽ റൺ ചെയ്തുകൊണ്ടിരിക്കണമെന്നുള്ളൂ. അപ്പൊ നമ്മൾ കൊടുക്കുന്ന കമ്പനികളെല്ലാം തന്നെ ഫണ്ടമെന്റൽസ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികളാണ്. ഇപ്പൊ നിങ്ങൾ ഏത് സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റിന്റെ അടുത്ത് ചോദിച്ചാലും എല്ലാവരും തന്നെ പറയും ഇക്കണ്ട ഒരു 3-4 കൊല്ലത്തിന് മുമ്പ് കോവിഡിന് ശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ റാലി തന്നത്. അത്രമാത്രം റാലി ഇനി ഒരു 4 കൊല്ലത്തേക്ക് ഉണ്ടാവുന്ന അവർക്ക് പ്രതീക്ഷ അധികമില്ല. റാലി ഉണ്ടാവില്ല എന്ന് ഉദ്ദേശിക്കുന്നത് ഈ വന്ന സ്പീഡിൽ അത്ര തന്നെ സ്പീഡ് ഇനി ഉണ്ടാവുന്ന അവർക്ക് സംശയമുണ്ട്. പലരും പറയുന്നത് മാർക്കറ്റ് ചെറിയൊരു കൺസോൾട്ടേഷൻ വിത്ത് പോസിറ്റീവ് സെന്റിമെന്റ് തന്നെ, പോസിറ്റീവ് സെന്റിമെന്റ് വിത്ത് കൺസോൾട്ടേഷൻ മുകളിൽ പോകുന്ന എല്ലാവരും ഒരുവിധം എല്ലാവരും അനലിസ്റ്റുകളും പറയുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ വാങ്ങിക്കുന്ന കമ്പനി ഫണ്ടമെന്റൽസ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കമ്പനിയാണെന്ന് ഉറപ്പ് വരുത്തണം. പിന്നെ വളരെ വളരെ സെലക്റ്റീവായ സ്റ്റോക്കുകൾ മാത്രം വാങ്ങിക്കുക. ആ സ്റ്റോക്കുകൾ പതുക്കെ മുകളിൽ കയറി പോകുന്നത് നമുക്ക് കൃത്യമായിട്ട് കാണാം. അല്ലാതെ കേസിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഉദാഹരണം കൊച്ചി ഷിപ്പ്യാർഡ് ഇപ്പൊ 50% കറക്റ്റ് ചെയ്തു. എപ്പോഴും ഞാൻ പറയുന്നത് കൊച്ചി ഷിപ്പ്യാർഡ് ഒരിക്കലും മോശം കമ്പനിയല്ല. 50% കറക്റ്റ് ചെയ്യുമ്പോൾ അത്രയും ലോസ് നമുക്ക് കാണുന്നത് ആർക്കും ഇഷ്ടപ്പെട്ട കാര്യമല്ല. അതിനുശേഷം ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ചെറിയ റിക്കവറി വന്നിട്ടുണ്ട് എങ്കിൽ പോലും അപ്പോ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മള് കൊടുക്കുന്ന എല്ലാ സ്റ്റോക്കുകളും നല്ല കമ്പനികളാണ് കണ്ടെത്തി കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ഫോൺ നമ്പർ ഉണ്ട്, മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്സാപ്പിൽ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു തരാവുന്നതാണ്. ഓക്കെ, അപ്പൊ അടുത്ത ആഴ്ചയുടെ ലെവൽസ് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നിഫ്റ്റി 24,500 കടന്നതിന് ശേഷം നിഫ്റ്റി ബുള്ളിഷ് ആയി ഉറപ്പിക്കാം. 23,800 മേജർ സപ്പോർട്ട്. അത് ബ്രേക്ക് ഡൗൺ ചെയ്തായിട്ട് പോവുകയാണെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ വിത്ത് നെഗറ്റീവ് ബയാസ് അത്ര മാത്രം ചിന്തിക്കേണ്ടതുള്ളൂ. ഓക്കെ, പിന്നെ ഡിസ്ക്ലൈമർ ആയിട്ട് പറയാണ്, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. അതിനാൽ ബൈ റെക്കമെൻഡേഷൻ സെൽ റെക്കമെൻഡേഷൻ സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസർ കണ്ടതിന് ശേഷം മാത്രം തീരുമാനമെടുക്കുന്ന രീതിയായിട്ട് ഓർമ്മപ്പെടുത്തുന്നത്. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഏകദേശം ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഇത്ര നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു, ബൈ.